ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും ഡയാന വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ പറയണ്ട വ്ളോഗിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇത് മോസ്റ്റ് ഹാപ്പി ഡേ ആണ്, കണ്ടില്ലേ? ഇതാണ് ഹാപ്പിന്റെ ഏറ്റവും വലിയ കാരണം. ഹാപ്പി ബർത്ത്ഡേ വാവാറ്റ, ഹാപ്പി ബർത്ത്ഡേ വാവാറ്റ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞു വാവാറ്റ. നമ്മുടെ വാവാറ്റൻ്റെ ബർത്ത്ഡേ ആണ്. ക്യാമറക്കെല്ലാം മറ്റേ എൻ്റെ പുന്നാരക്ക് ഞാൻ കൊടുത്തത് അവരുടെ ബർത്ത്ഡേ ആണ്. ഞങ്ങളുടെ രണ്ടാനമ്മേൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെ രണ്ടാനമ്മയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ രാവിലെ നമ്മുടെ സുൽത്താൻ ബത്തേരി ഗണപതി അമ്പലത്തിൽ വന്നേക്കാണ് അല്ലേ ഗായ്സ്? യെസ്. അപ്പോഴത്തേ നമ്മൾ പുഷ്പാഞ്ജലി കഴിപ്പിച്ചിട്ട് ഇതേ കയ്യിലുണ്ട്. നമ്മുടെ അമ്മച്ചീനെ കാണിച്ചില്ലല്ലോ. ഇതേ അമ്മച്ചിക്ക് കാലുവേദനയായിട്ട് അമ്മച്ചി ഇവിടെ ഇരിക്കുവാണ്. ഹഞ്ചി ഹായ് പറയാം അമ്മച്ചി. ഹായ്. അപ്പോൾ ഇതേ ഇവിടെ ചന്ദനം തൊടാൻ വേണ്ടി പോവാണ് കേട്ടോ അല്ലേ ഗായ്സ്? വാരിക്ക് ഐശ്വര്യം വേണ്ടി ചന്ദനം തൊട്ട് കൊടുത്തോ. വാവ്, ചന്ദനമൊക്കെ തൊട്ടിട്ടുണ്ട്. ചന്ദനത്തിൽ വെള്ളമില്ല ഗായ്സ്, അവസ്ഥയാണ്. സ്റ്റാപ്ലർ വെച്ച് അടിക്കേണ്ട അവസ്ഥയാണ്. അതാ നല്ല കട്ടിയുള്ള നല്ല കട്ടിയുള്ള നല്ല ടേസ്റ്റുള്ള നല്ല രുചിയുള്ള ചന്ദനം എനിക്ക് വേണം. അപ്പൊ നമ്മളത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ചന്ദനത്തിലെ പേര് ഒന്നുമല്ല, ചിത്ര ഇഷ്ടം. ചന്ദനം കഴിക്കലാണ് എൻ്റെ ഒരു മെയിൻ ഹോബി ഗൈസ്, ഇല്ലേ? മറ്റേ അതെ, അങ്ങനെ മോസ്റ്റ് ആണ്. യാ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടാവാറ്റ ബർത്ത്ഡേ വീഡിയോ ആണ്. നമുക്ക് ചില്ലിങ് വൈബ്. നമുക്ക് കേക്ക് വാങ്ങണം, മിഠായി വാങ്ങണം. അമ്മച്ചിയുടെ അടുത്ത് ഉമ്മ വാങ്ങിയില്ലല്ലോ. പോരെ പോരെ പോരെ. ഓ, എൻ്റെ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ ഗായ്സ്. അപ്പോൾ അമ്മച്ചി ഇവിടെ മോസ്റ്റ് ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ, ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മച്ചി. നമ്മളിപ്പോൾ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവരുടെ അമ്മച്ചിൻ്റെ അടുത്ത് ഉമ്മ അനുഗ്രഹം വാങ്ങാൻ പോവാണ്. ഇതുകൊണ്ടോ നമ്മുടെ ഗണപതിൻ്റെ എന്ത് രസമല്ലേ കാണാൻ, നല്ല ഓറയുള്ള പിക്ചറാണ്. ഓറയുള്ള പിക്ചറാണ്. നമുക്ക് പുറത്തുനിന്നേ നമുക്കിങ്ങനെ കാണാൻ കഴിയൂട്ടത്. നല്ല ഭംഗിയാണ് കാണാൻ, കണ്ടില്ലേ? അടിപൊളിയാണ് കേട്ടോ. ഐശ്വര്യമായിട്ട് ഐശ്വര്യം വാങ്ങിക്കോ, ഐശ്വര്യം അനുഗ്രഹം വാങ്ങിക്കോ. മോസ്റ്റ് ആയിട്ട് അവർ ഉമ്മയും കൊടുത്തു ഗൈസ്. അതെ, താമസം മടുത്തിട്ടിരിക്കുകയാണ്. മമ്മേൻ്റെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങാൻ മറന്നോ? ഇല്ല, കാല് നീട്ട് ഒറ്റ തൊഴിവിട്, മൂക്ക് തെറിപ്പിക്ക്. അത് എൻ്റെ കാല് പിടിക്കണം. അതാ നിന്റെ കാല് പിടിച്ചറിയോ? ചത്തുവും സോക്സാ വായിലേക്ക് എന്താ ഒന്ന് അനുഗ്രഹം വാങ്ങി. ഗായ്സ്, ഇപ്പൊ നമ്മളിന്ന് മോസ്റ്റ് വേഷം. ഗായ്സ്, ഇതാണ് എലി. വേഷം കാണിക്കട്ടെ. എലി വാവാറ്റൊക്കെ ചുമന്നു പോയി. അപ്പൊ നമ്മുടെ വാവാറ്റിന്റെ മോസ്റ്റ് വേഷം കാണും ഗൈസ്. മോസ്റ്റ് ട്രഡീഷണൽ ലുക്കിലാണ് ഗൈസ് നമ്മുടെ വാവാറ്റയും. അതുപോലെ തന്നെ പൈങ്കിളി വാ, നമ്മുടെ പങ്കൻ മോസ്റ്റ്. വാവ്. അടുത്ത നമ്മുടെ മമ്മേ മോസ്റ്റ് ബോഡി ഷേപ്പ് വാ. ഓ, ചില അടുത്ത പിന്നെ ഞാനാണ്. വാ വാ വാ, ബാഗിൽ പാടിടേ. കമ്മലൊക്കെ ഇങ്ങനെ തട്ടണം. നിനക്ക് പായസല്ലേ മോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പൊട്ടിക്ക് 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 പൊട്ടിക്ക്, എനിക്ക് വിശക്കുന്നു പൊട്ടിക്ക് പൊട്ടിക്ക്. മോസ്റ്റായിട്ട് നമ്മുടെ അമ്പലത്തിലെ അങ്കിള് നമുക്ക് പായസം തന്നിട്ടുണ്ട്. പായസമല്ലേ, പ്രസാദല്ലേ? നമ്മുടെ മോസ്റ്റ് ഫാൻസ് ആണ്. വന്നാണ് ചോദിച്ചത്. പ്രസാദം കൂടി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗണപതി ഭഗവാൻ വാവാറ്റിക്ക് തന്നതാണ്. എനിക്ക് തിന്നാൻ ഇവിടെ വെച്ച് ആർത്തി പൊട്ടിച്ചോ.
അതെ എവിടെ പൊട്ടിക്കുന്നേ? നിങ്ങൾ വഴക്കുറയുന്നേ നിന്നെ വഴക്കാരാ പറഞ്ഞേ? പൊട്ടിച്ചോന്നല്ലേ പറഞ്ഞല്ലോ? ആണോ? ആ അതിന്റെ തന്നെയാ. ഓ ശരി, എടുക്ക്. ചന്ദനം തൊണ്ടേ എന്നാ? ആ ചന്ദനം കിട്ടാ. അമ്മയ്ക്ക് ചന്ദനം തരാൻ പോണ ഗൈസ്. ഈ പ്രാവശ്യം എന്നെ പറ്റിക്കാൻ പറ്റിയില്ലല്ലോ. സീരിയസ് മാരെ കാണാൻ പറ്റില്ല ഗൈസ്. ആദ്യം ക്യാമറ തിരിച്ചു കൊടുക്കും ഞാൻ. അപ്പൊ മറ്റേ മോസ്റ്റ് ബർത്ത്ഡേ ബ്ലോഗാണ്. എന്നുള്ള ബർത്ത്ഡേ ബ്ലോഗാണ്. ബ്ലഡേ ബ്ലോഗാണ്. പൊട്ടിക്കലും കഴിഞ്ഞു, കഴിക്കലും കഴിഞ്ഞു. ടീച്ചർ എനിക്ക് തരാം. അതാ പഴമൊക്കെ എടുത്ത് ഒറ്റയ്ക്ക് കാണിക്കട്ടെ. തരുന്നില്ല മമ്മേ. കുറേ പ്രാവശ്യം കാണിക്കുന്നുണ്ട്. തന്നെയാണ് എടുക്കുന്നത്. കാണിച്ചിട്ടാ. എനിക്ക് തേങ്ങ ഇഷ്ടമല്ല. കാണിക്കാം കാണിക്കാം. മമ്മക്ക് കട്ടക്കരിപ്പാവാണ് ഗൈസ്. അയ്യോ നല്ല ടേസ്റ്റി. വാ ഇങ്ങോട്ട് വാ. ടേസ്റ്റി പ്രസാദം. വാരിത്തരാം. വിളിച്ചോ. പക്ഷെ നമുക്ക് പറഞ്ഞു ഞാൻ വായ കൊടുത്ത് പാലവായ കൊടുക്കുന്നു. പാലവാ വിളിച്ചു. അയ്യോ ചെറുത് ഇച്ചിരി മതി. കിളിച്ചുണ്ടോ? അടിപൊളി പ്രസാദം. നമ്മുടെ വിഘ്നേശ്വരൻ്റെ എൻ്റെ ചക്കര ഗണപതി ഗണപതിൻ്റെ വയറിൽ കടിക്കണം. നമുക്ക് ഉമ്മ ആക്കും. മോസ്റ്റല്ലേ അമ്മച്ചി കൊടുക്കണം. തേങ്ങ എനിക്കിഷ്ടമാണ്. അമ്മച്ചി കൊടുത്തോട്ടെ. അമ്മച്ചിക്ക് കൊടുത്തു. ഇത് പൊട്ടിച്ച അമ്മച്ചി ഇതെടുത്തോ. അടിപൊളിയാണ് ഗൈസ്. ഇവിടെ പ്രസാദത്തിൻ്റെ ഫൈറ്റ് ആണ് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കണ്ട. അടിപൊളി പ്രസാദം അമ്മച്ചി. എടുത്ത് വെച്ചോ. അമ്മച്ചി എന്നെ പോലെ തേങ്ങ താന്നിരുന്നേ. അടിപൊളിയാണേ. ഗണപതിൻ്റെ പ്രസാദം സൂപ്പറാണ്. ഈ നിറച്ച് തേങ്ങയാണ്. പ്രസാദം കഴിക്കണേ വേണം. ചില പ്രസാദം മരം പോലെ ഇരിക്കും. എനിക്കിഷ്ടമാണ്. അതതിൻ്റെ സ്റ്റൈലാണ് മണ്ട. ഞങ്ങൾ നമ്മുടെ സുൽത്താൻ ബത്തേരി ടൗണിൻ്റെ നടുക്കേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. വാവാറ്റ മേഖല ഓരോ സാധനങ്ങൾ വാങ്ങി വരുന്നുണ്ട്. അമ്മച്ചീനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ടിരുത്തി. അപ്പോൾ മഴയായിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര കഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഓണായതുകൊണ്ട് നമ്മുടെ പൂക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മോസ്റ്റാണേ കണ്ടോ ഗൈസ്. നമ്മുടെ പൂക്കളുടെ ചേട്ടന്മാരൊക്കെ ഇതേ അവിടെയാണുള്ളത്. അയ്യോ വേണ്ട അയ്യോ ഇഷ്ടംപോലെ പൂക്കളുണ്ട്. മോസ്റ്റ് പൂക്കളാണ്, രക്ഷയില്ലാത്ത പൂക്കളാണ്. ചേട്ടൻ ഞാൻ വാങ്ങുമെന്ന് ഓർത്ത് വലിയ കാര്യത്തിൽ വന്നതാണ് ശശിയായി ഇല്ലേ മേ. അടിപൊളി പൂക്കൾ. എന്തായാലും നമ്മൾ പൂക്കൾ വാങ്ങുന്നില്ല, നമ്മളെന്തായാലും നമ്മുടെ തൊടിയിലെ പൂക്കളല്ലേ ഇടാം അല്ലേ മമ്മേ? നമുക്കതാണ് ഇഷ്ടം. ഇഷ്ടംപോലെ പൂക്കളുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ തിരുവോണത്തിന് എന്നായിരിക്കും ഭയങ്കര തിരക്ക്, നമുക്ക് ഇപ്പോഴേ അറിയാം അല്ലേ? തിരുവോണത്തിന് എന്താണ് മോസ്റ്റ് ആയിട്ട് തിരക്കുണ്ടാവുക. അപ്പൊ നമ്മളിപ്പോ കേക്ക് വാങ്ങാൻ വേണ്ടിയാണ് ഗൈസ് നമ്മൾ പോകുന്നത്. നമ്മളെന്തായാലും മോസ്റ്റ് വേറെ കടയിലേക്കാണ് പോകുന്നത് അല്ലേ? സാധാരണ വാങ്ങുന്ന കടയിലേക്കല്ല, നമ്മൾ വേറെ കടയിലേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മൾ പോകുന്ന കടയുടെ പേര് മത്തായിസ് ആണ്. മത്തായിസിലെ അവൽ മിൽക്കും ഒക്കെ മോസ്റ്റ് ആണ് ഗൈസ്. അപ്പോൾ നമ്മളിത് നമ്മുടെ അടുത്തൊരു ഫ്രൂട്ട്സിൻ്റെ കടയുണ്ട് കേട്ടോ. ഈ കട ഭയങ്കര ഒരു അത്ഭുത കട തന്നെ. കാരണം എന്താ പറയുക, കണ്ടു കഴിഞ്ഞാൽ കണ്ണെടുക്കാൻ തോന്നാത്ത തരത്തിലുള്ളൊരു ഷോപ്പാണ് കേട്ടോ. കാരണം ഇവിടെ ഒരു സൈഡ് ഫ്രൂട്ട്സ്, അവിടെ ഒരു സൈഡ് വെജിറ്റബിൾസും, അങ്ങനെ മുഴുവനായിട്ടും എന്താ പറയുക ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൊണ്ട് നിറഞ്ഞിട്ടാണ്. അയ്യോ ഇവിടുന്ന് റോഡ് അങ്ങനെ ക്രോസ് ചെയ്യും. ഇവിടെ മത്തായിസ് വന്നിട്ടുള്ളത് ഗൈസ് ഇതേ ഇവിടെയാണ് കേട്ടോ അല്ലേ മമ്മേ? അതെ നമുക്ക് അങ്ങോട്ടേക്കാണ് നമുക്കിപ്പോൾ പോകേണ്ടത്. അപ്പോൾ നമ്മളങ്ങനെ ഇതേ നടന്ന് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇതേ റോഡ് ക്രോസ് ചെയ്ത് നമ്മുടെ മത്തായിസിൻ്റെ ഫ്രണ്ടിലേക്ക് പോകും. 24 മണിക്കൂർ അവിടെ ഭയങ്കര തിരക്കാണ് അല്ലേ മമ്മ? ആൾക്കാർ കഴിഞ്ഞിട്ടുള്ള സമയമില്ല, ഭയങ്കര മോസ്റ്റ് തിരക്കുള്ള ഷോപ്പാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടേക്ക് അങ്ങനെ പോവാം കേട്ടോ. അയ്യോ ഗായ്സ് നമ്മളങ്ങനെ മത്തായിസിൻ്റെ ഫ്രണ്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കേക്കിൻ്റെ സെക്ഷൻ അവിടെയല്ലേ? ഓക്കെ ഗായ്സ്, അപ്പോൾ കേക്കിൻ്റെ സെക്ഷൻ വന്നിട്ടുള്ളത് ഈ സൈഡിലാണ്. അപ്പോൾ വാവാറ്റ മേഖലയും കൂടി വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം കയറാം അല്ലേ? നമുക്ക് അവിടെ നിൽക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെ സൈഡായിട്ട് നിൽക്കുന്നുണ്ട്. ഇത്ര നേരം മഴയായിട്ടും ഗൈസ് ഭയങ്കര ചൂടാണ്. ആവി എടുത്തിട്ട് രക്ഷയില്ല കേട്ടോ അല്ലേ മമ്മേ? ഭയങ്കരമായിട്ട് ആവി എടുക്കാണ്. മഴ കഴിഞ്ഞതാ, എന്നിട്ട് ഭയങ്കരമായിട്ട് ചൂടെടുത്തോണ്ടിരിക്കുക. അതെ ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ കടയുണ്ട്. ഒരെണ്ണത്തിന് തന്നെ 1000 രൂപയായിരിക്കും. അതുകൊണ്ട് ചോദിക്കാതിരിക്കുന്നതാണ് ഗൈസ് ഏറ്റവും ഭേദം. എല്ലാത്തിനും മോസ്റ്റ് വിലയായിരിക്കും ഗൈസ്. വില എപ്പോഴും വില അത് തന്നെ അല്ലേ?
ഓർമ്മത്തിന് കൊടുക്കേണ്ട 1000 രൂപ. അത് കാരണം വേണ്ടാന്നാണ് ഗൈസ് നമ്മൾ പറയുന്നത്. ആ ഇവിടെ നിൽക്കാം. ഇവിടെ ഭീമയായിരുന്നു ഗൈസ്. ഇപ്പോൾ ഭീമ ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് പുതുക്കി പണിയാൻ വേണ്ടിയിട്ടായിരുന്നു തോന്നുന്നു അല്ലേ മമ്മേ? ഭീമ പുതുക്കി പുതുക്കി പണിയാനാണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് നമ്മുടെ വാവാജ്ഞ പൈങ്കിളിനെയൊക്കെ വെയിറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പഴയ ഭീമയുടെ ഫ്രണ്ടിൽ നമുക്ക് ഇവിടെ നിൽക്കാം. അമ്മമാരെ കണ്ടോ? എടാ പോടാ. നിങ്ങൾ എന്താണ്, എവിടെയായിരുന്നു? അതാ വീഴ് 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 ആ വീഴ് വീഴ് ആ വീഴണം ഉരുളണം. വെള്ള മീനല്ലേ, ഉണക്കമീൻ. നമ്മുടെ വെള്ള സാരിയിൽ ചെളിയാക്കണം, വീഴണം. അയ്യോ മമ്മ, ഇതേ മമ്മയ്ക്ക് അലക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തോടെ പ്രഖ്യാപിക്കുകയാണ്, എല്ലാവരും ഇട്ട ഡ്രസ്സ് അവനവൻ തന്നെ അലക്കാം. അവനവൻ തന്നെ അലക്കുക ഡ്രസ്സ്. വണ്ടിയില്ല അതില്. വരാം. ഓക്കെ. എന്താ പ്രമോഷൻ വീഡിയോ എന്ന് പറഞ്ഞ് ഓടി വന്നതാണ് കേട്ടോ ഗൈസ്. ഇപ്പോൾ അവരുടെ പൂക്കടേൻ്റെ പ്രമോഷൻ വീഡിയോ ഒന്നും പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അയ്യോ എന്താ ചെയ്യുക ഗൈസ്, പോവാല്ലേ? ഇപ്പം തന്നെ നമ്മളോട് ഇപ്പം തന്നെ പോകാനാണ് ഗൈസ് പറയുന്നത്. നമുക്ക് എന്തായാലും പോകാനാണ് നമ്മൾ ഓർക്കുന്നത്. നമുക്ക് വണ്ടി ഉണ്ടോ ചോദിച്ചു. അമ്മച്ചി ഇപ്പൊ സാഷ്ടാംഗം പ്രണാമൊന്നുമില്ലേ, നമ്മുടെ വണ്ടി കാലാക്കും. അതെ അതെ, നമ്മൾ പ്രമോഷൻ ചെയ്തു തരാൻ വേണ്ടി അവിടേക്ക് അവരുടെ കടയിലേക്ക് ചെല്ലാൻ പറഞ്ഞേക്കണം. അവരുടെ ബർത്ത്ഡേക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഗൈസ്? ഒന്നും അറിയില്ല ഗൈസ്. അതെ, നമുക്ക് എന്താ പറയാ, ശുഭസ്യ ശീഘ്രം എന്ന് പറഞ്ഞ പോലെയാണ്. ലിപ്സ്റ്റിക്ക് തിന്നുവാണ് ഗൈസ് നമ്മുടെ പൈങ്കിളി. അയ്യോ പ്രസാദം കഴിച്ചതിന്റെ അവശിഷ്ടം നമ്മുടെ പങ്കന്റെ വായിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അല്ലേ മേ? പ്രസാദം കഴിച്ചിട്ട് ഇപ്പൊ കയ്യിലിപ്പോ ബ്രഷ് പിടിച്ച് നടക്കേണ്ട അവസ്ഥയാണെന്നാണ് പൈങ്കിളി ഉദ്ദേശിച്ചത്. അതെ അതെ. മമ്മേന്റെ അഭിപ്രായം എന്താണ് അമ്മ, ഇതിന് പോണോ വേണ്ടയോ? അയ്യോ പോകാം, നമ്മുടെ അയ്യോ ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റിയിലാണ് ഗൈസ്. അതെ മമ്മന്റെ അഭിപ്രായം. ബർത്ത്ഡേകളുടെ അഭിപ്രായം എന്താണ്? ബർത്ത്ഡേകളുടെ അഭിപ്രായം എന്താണ് പറയൂ. പെട്ടെന്ന് ഒന്ന് പറഞ്ഞു അവര് പോയി. അതെന്നെ, എന്തായാലും നമ്മൾ വ്ലോഗൊക്കെ എടുക്കുന്നതാണ്. ഒരു ഫൺ എങ്കിലും പ്രൊമോഷൻ ആണെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് പ്രൊമോഷൻ ആണ്, അല്ലെങ്കിൽ പ്രൊമോഷൻ ആണ് ഇല്ലേ? എന്തായാലും നമുക്ക് പോവാം അല്ലേ മാറ്റി? അതെന്നെ, ആലോചിക്കാൻ ടൈമൊന്നും നമുക്കൊന്നുമില്ല, എല്ലാം പെട്ടെന്നായിരുന്നു അല്ലേ? ഓക്കെ ലെറ്റ്സ് ഗോ. നമ്മളോട് വരാൻ പറഞ്ഞ കട ഇതാണ്, നമ്മുടെ ബത്തേരി കോട്ടക്കുന്ന് മൈസൂർ റോഡിലാണ് കട. അപ്പോൾ ഇവരുടെ പൂക്കടയിൽ നിന്ന് മൈസൂർ പൂക്കട എന്നാണ് ഗൈസ് പേര് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ദൈവമേ എനിക്ക് വയ്യ. പൂക്കളോട് കുറെ ഗൈസ് പപ്പടം ഉണ്ട് കേട്ടോ. വാവ് ഗൈസ്, എല്ലാ പൂക്കളും അയ്യോ ഗൈസ് കണ്ണ് മഞ്ഞളിച്ച് പോലെ. അതെ, എല്ലാ പൂക്കളുണ്ട് ഗൈസ്. നമ്മുടെ മോസ്റ്റ് കടേൻ്റെ അടിപൊളിയായിട്ടുള്ള മോസ്റ്റ് ഒരു എന്താ പറയാ ഒരു റീൽസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം ഗൈസ്, നിങ്ങൾ കാണാൻ മറക്കല്. സുൽത്താൻ ബത്തേരിയുള്ളവരൊക്കെ ഇങ്ങോട്ട് പോരട്ടോ. അതെ, മോസ്റ്റ് നല്ല നമ്മളെ കണ്ണ് മഞ്ഞളിക്കാൻ നിങ്ങൾ കണ്ടോട്ടോ. എന്റെ കണ്ണ് റെഡായി ഗൈസ്. അയ്യോ കുഴപ്പമില്ല. അപ്പൊ നല്ല മോസ്റ്റ് ആയിട്ടുള്ള പൂക്കളാണ്. അയ്യോ അതിനൊക്കെ നിങ്ങൾക്ക് കണ്ടും തോന്നില്ലേ? എന്താണ് ചേച്ചി മോസ്റ്റ് അല്ലേ? ചെയ്യണ്ട, നമ്മളങ്ങനെ റീൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടേതായ പരിപാടിയിലേക്ക് പോവാണ്. എങ്ങോട്ട്? ആ ലൊക്കേഷൻ നമ്മുടെ മൈസൂർ റോഡ്. ഇവിടെ നമുക്ക് ശരിക്കും നമുക്ക് എന്ത് ചെയ്യാം, പോകാം. വീഡിയോ ചെയ്ത സന്തോഷത്തിൽ നമുക്ക് ഇച്ചിരി പൂക്കൾ തരാന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മള് പൂക്കളുടെ വീഡിയോ ചെയ്തിട്ട് പൂക്കളില് എല്ലാത്തിന്റെ ഇച്ചിരി ശുഭസ്യ ശീഘ്രം എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പൊ കാര്യം സംഭവിച്ചത്. അതെ പൂക്കൾ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ എന്താ പൂക്കളത്തിൽ എല്ലാ പൂക്കളും നമ്മൾ തൊടിയിൽ നിന്ന് പറിച്ച പൂക്കളായിരുന്നു. ഇപ്പൊ നമ്മള് കടയിൽ നിന്ന് നമുക്ക് ഒന്നും പറയുന്നില്ല പൂക്കള് തരുവാണ്. അതെ, നമ്മള് സന്തോഷത്തെ
പൂക്കളൊക്കെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. വാ വാ വാ. ഓക്കേ ഗൈസ്, അപ്പോൾ നമ്മൾ ബൈ ബൈ പോവാണ് ഗൈസ്. അങ്ങനെ പൂക്കളുടെ രാജനായ ഇനി എങ്ങോട്ടാ? ഇനി കേക്ക് വാങ്ങാൻ. മത്തായിസിലാണ് കഴിച്ചുള്ളത്. ബോൾട്ടുകളായി ഓടിയിട്ടുണ്ട്. മത്തായിഷ് ബേക്കറി ഷൂട്ടിംഗ് കൊണ്ട് ഇപ്പോൾ അവരെ തെറിപ്പിക്കുവോ? അതെ. നമുക്ക് നോക്കാം മോസ്റ്റ് കേക്ക് ഉണ്ടാവുമല്ലോ എന്ന്. ഇപ്പം അല്ലെങ്കിൽ സാരിയെല്ലാം കഴിഞ്ഞാണ് എൻ്റെ. There is cake. There is cake. Oh, wow. Oh no. Guys, I don't see this. അവിടെ ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് ഐറ്റംസ് ആണ് ഗൈസ്. അത് നല്ല രസമുണ്ട് ഗൈസ്. അതും നിന്നെ വെക്കാല്ലേ ഇവിടെ? ഗൈസ് ഹോസ്റ്റാണോ? ഹോസ്റ്റാന്ന് തോന്നുന്നു. നമ്മൾ ചോക്കോ ട്രഫിൾ. ഇതാ ഈ കേക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പം നമുക്കത് വാങ്ങാം. ഇതെടുക്കാം. ഏതാ? ചോക്കോ ട്രഫിൾ. ചോക്ലേറ്റ് നിറഞ്ഞിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും കഴിച്ചു നോക്കണം. ഇപ്പോഴേ കഴിക്കണോ? അയ്യോ അപ്പോൾ അത് ദേശാസ്യാവില്ലേ? പോളാ മിഠായി വാങ്ങണ്ടേ? ഗൈസ് നമുക്ക് മിഠായി വേണം. മലടിയാ. അപ്പം നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് മിഠായിയാണ് ഗൈസ് ചൂസ് ചെയ്യാൻ പോകുന്നത്. പങ്കൻ എൻ്റെ ഫേവറേറ്റ് മാർഷ് മെല്ലോ. വേണ്ട, ഇങ്ങോട്ട് നോക്ക്. മെലഡിയാ. ഗൈസ് നമുക്ക് മെലഡി എടുക്കാനാണ് പറയുന്നത്. സാഷ്ടാംഗം പ്രണമിക്കാനാണ് ഇഷ്ടം. ഇത് എത്രയാടാ? 60 അല്ലേ? അതെടുത്താൽ മതി. മെലഡി ഉണ്ട് കുറേ ആയി. ഇതല്ലേ ഇവിടെ കണ്ടല്ലോ 16 രൂപ. ഇന്നിപ്പോൾ നമുക്ക് കറിയാം. അപ്പം നമുക്ക് മോളോടി എടുക്കാം. മോളോടി. പക്ഷേ ചിലരുടെ കയ്യിലൊക്കെ മോസ്റ്റ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഒളിപ്പിച്ച് വെച്ചേക്കോണേ. തരില്ല തിന്നാ. അതന്നെ. അത് ഞങ്ങൾ കുത്തിന് പിടിച്ച് വാങ്ങും. അൺബോക്സ് ചെയ്യുന്നതാണ്. ഞങ്ങൾ കുത്തിന് പിടിച്ച് വാങ്ങുന്നതിന് കാണാവുന്നതാണ്. അതന്നെ മര്യാദയ്ക്കല്ല എൻ്റെ വാലിട്ടോ. അതിന് മുമ്പ് ഞാൻ തിന്നും. ഇല്ല അമ്മ ചുവാന കട്ടെടുത്തോണ്ടോളൂ. എന്റെ വായി ചോക്ലേറ്റ് ലോകം കാണുന്നുണ്ടോ നമുക്ക്? തന്നെ യശോദ കൃഷ്ണന്റെ വാങ്ങി വരാം. അതെ ഓക്കെ വാങ്ങാം. പപ്സ ഒരു ഓക്കെ ഗായ്സ്. അങ്ങനെ നമ്മൾ മോസ്റ്റ് ആയിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ കേക്കും പിന്നെ മിഠായിയും പിന്നെ അമ്മച്ചിക്ക് എഗ് പപ്സും ബർത്ത്ഡേ രാജൻ. ഓക്കെ എന്താ അവസ്ഥയല്ലേ? സീരിയസ് ആയോ? നോക്കട്ടെ, കാണിക്ക്. ബർത്ത്ഡേ റാണി ഒന്ന് കാണിക്ക്. ചിരിക്കണോ? ശരിക്കും റാണി അങ്ങനെ ഇരിക്കണേ. ഓക്കെ. മോശമാണ് ഗൈസ്. അപ്പം നമ്മളതാ എന്താണ് ഗൈസ് മാറ്റം അടുത്തിട്ട് അയാടെ വീട് തന്നെ കേക്ക് കട്ട് ചെയ്യണം, പായസം കുടിക്കണം, ബിരിയാണി ഉണ്ടാക്കണം, എല്ലാം ഉണ്ടാക്കണം. മോസ്റ്റ് ചൂടാണ് എന്താലേ അതന്നെ. നമ്മളപ്പോ ഇതേ അങ്ങനെ ചിക്കൻ വാങ്ങാൻ നിൽക്കല്ലേ പങ്ക വായില്ലേ? അയ്യോ അമ്മ എന്താ വായില്ല? ഇവിടെ കണ്ട ഗൈസ് ചിലരൊക്കെ മുഖത്ത് രാവിലെ തന്നെ നഖം കൊണ്ട് മാന്തി വെച്ചേക്കുവാണ്. പറയും മലയാളത്തില് തുടച്ചിട്ടല്ലേ കഴിഞ്ഞാണ്. അല്ല ഞാൻ കണ്ടായിരുന്നു. ഞാനാ മുറിച്ച പങ്കനാ മുറിച്ചെന്ന്. അമ്മ ഉറങ്ങിക്കിടന്നപ്പം ഒരു പ്ലക്കർ ഇട്ട് അമ്മയുടെ തോല് ഇങ്ങനെ ഞാൻ പൊളിച്ചതാ. അമ്മ കരയുന്നു. അതോ പിന്നെ അത്രയൊക്കെ തന്നെ. അതൊരു ഉമ്മ കൊടുക്കുമ്പോഴേക്കും പോയില്ലേ? നിങ്ങളൊക്കെ 2 ഓട്ടേ കൂടി കയറി പോയിക്കണം. അമ്മ വൈബ് എന്താ ഇങ്ങനെ? വാങ്ങട്ടെ 1 കിലോ ചിക്കൻ കൂടെ.
നമ്മളിതേ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി ഇതേ കയ്യിൽ പിടിച്ച് നടക്കുകയാണ് അല്ലേ ഗായ്സ്? യാ ഗായ്സ്. അപ്പം നമുക്ക് നമ്മുടെ അമ്മച്ചീൻ്റെ അടുത്തേക്ക് പോവാം. നമുക്ക് മോസ്റ്റായിട്ട് ബർഗർ കഴിക്കണ്ടേ? ബർഗർ കഴിക്കണോ? ഇവിടെ ഫുൾ പൊടിച്ചു. ആ ഗായ്സ്, ഇവിടെ മീൻകടയൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇവിടെ എല്ലാം ഞാൻ മുടി വെട്ടിക്കൊണ്ടിരുന്ന കട അടക്കം ഇവിടെ ഉണ്ടായിരുന്നതാണ് ഗായ്സ്. ഇനിയിപ്പോൾ ഞാൻ എവിടെ പോയി എൻ്റെ തല വെട്ടും? അമ്മേ ഞാൻ എവിടെ പോയി മുടി വെട്ടും? ഇനിയും കടകളുണ്ടല്ലോ. യാ ഗായ്സ്, ഇവിടെ ബർഗർ കഴിക്കാണോ? ബർഗർ അടുക്ക് ബൂച്ച കഴിക്കാൻ പോകണം. നമ്മൾ സൗദി ബ്രോസ്റ്റിലേക്ക് നമ്മള് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സുൽത്താൻ ബത്തേരിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ബർഗർ ഇല്ലാതെ ഒരു കഴിക്കാൻ നമ്മൾ പോവില്ല. ബർഗർ എന്താണ്? ബർഗർ അങ്ങനെയും പറയാം, അല്ലെ ബർഗർ. എന്താണ് ബർഗർ? ബർഗർ അല്ലെ ബർഗർ അല്ലെ ബർഗർ. അപ്പൊ നമുക്ക് പറയാൻ സിമ്പിൾ ബർഗർ ആണ്. ബർഗർ കഴിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? പോവാ അല്ലേ? അപ്പൊ നമ്മുടെ അമ്മച്ചി എവിടെയാ? അമ്മച്ചി ബസ് സ്റ്റാൻഡിലാണ്. നമുക്കപ്പോൾ എന്ത് ചെയ്യാം? ഓൺ ദ വേ നടക്കതേ ആ പൊട്ടന്മാർ രണ്ടും നടന്നു വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബർത്ത്ഡേ ഗേൾക്ക് സന്തോഷമായോ? ഒന്ന് ഉറങ്ങിയാൽ കൊള്ളാന്നുണ്ടല്ലേ? ആ കണ്ണ് കണ്ടറിയാം. ആ ഉറക്കം മുഖ്യം. ഓക്കേ, ലെറ്റ്സ് ഗോ. അനന്തപുരി. കുഞ്ഞാച്ചി ഇറങ്ങി വരുന്നത് എടുക്കാനുണ്ട് ഗൈസ്. എന്നോട് ഇങ്ങനെ പറയുന്നത് എന്ത് ചെയ്യാനാ അവസ്ഥയാണ്. കുഞ്ഞാച്ചി എന്താ? ആ ഓക്കെ ഓക്കെ, ആയില്ലേ അതെ അമ്മച്ചിനെ കൂട്ടണം. വാ വാവ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ മോസ്റ്റായിട്ട് അമ്മച്ചീനെ കൂട്ടാൻ വേണ്ടി പോവാണ്. നമുക്ക് പോവാല്ലേ? പോവാം ഗൈസ്. മോസ്റ്റായിട്ട് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. വാവ്, ബസ്സൊക്കെ ഉണ്ട് ഗൈസ്. കണ്ടില്ല നമ്മുടെ ബുള്ളിങ് മോസ്റ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അയ്യോ അതാരാ വരുന്നത്? ഏതോ ഒരാൾ വരുന്നുണ്ട്. കണ്ടിട്ട് എവിടെയോ കണ്ട് പരിചയം. എവിടെയോ കണ്ട് പരിചയം? എടാ നീ മറ്റേ നമ്മുടെ ഹൈസ്കൂൾ. എടാ ഞാനിപ്പം അതൊരു പങ്കജ മഹർഷി. അറിയില്ലത്? ആ വ്ലോഗ് വിത്ത് അറിയില്ല? പങ്കജ മഹർഷി. ആ അറിയില്ലത്? സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ആ ഓക്കെ സെറ്റ്. ആ വീഡിയോസ് ഒക്കെ ഫുൾ ചില്ലല്ലേ? അതെ. ഞാൻ അമ്മച്ചീനെ വിളിക്കാണ്. നീ എന്താ ഇവിടെ? ഞാനിവിടെ ജസ്റ്റ് ബസ്സിന്റെ ഒക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാ. ഈ വീഡിയോ ഒക്കെ ഉണ്ടാവോ? ആ ഈ വീഡിയോ ഒക്കെ ഉണ്ടാവും. നമ്മുടെ സൗദി ബ്രോസ്റ്റ് അറിയില്ലേ? മറ്റേ ഫേമസ് ആയ ബർഗർ. ഞാൻ ബർഗർ കഴിക്കാന്നേ. ഞാനും എന്നാ വന്നോ ഒരുമിച്ച് കഴിച്ചാലോ? ആ ഓക്കെ. ആ അമ്മച്ചി എന്തൊക്കെയുണ്ട് വിശേഷം? കുറെ ആയല്ലോ കണ്ടിട്ട്. അമ്മച്ചിക്ക് സുഖാണോ? ആണല്ലേ? ആ ഓക്കെ. ആണല്ലേ? അതിന് പൂച്ചക്കണ്ണുണ്ട്. നമുക്ക് ഒരു ബർഗറൊക്കെ കഴിച്ചിട്ട് വരാം അല്ലേ? ആ ഓക്കെ ഓക്കെ. കുറെ നാളായിട്ട് നമ്മളെ കണ്ടുമുട്ടിയതല്ലേ? ആ ഒരു സന്തോഷത്തില്. എടാ മച്ചാനെ കഴിക്കൂലേ? എന്താ പിന്നല്ലേ, ഞാൻ ബ്ലോഗറാണല്ലോ അങ്ങനെ ഞാൻ ചില നടത്താം. ഓ പിന്നല്ല. ചായ കുടിക്കാം. ചായ ആകുമ്പോ കുറച്ച് ഇതാവൂലോ. തുടങ്ങിയതേ സാഷ്ടാംഗം. ഒന്നുമില്ല, ഞാൻ പുറകോട്ട് നടക്കണം. പ്രാക്ടീസ് ചെയ്തതാ അല്ലേ? എടാ നിക്ക്, നമുക്ക് ഇവിടെ ഇരിക്കാം. പോടാ. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിക്കാമല്ലേ? ഗായ്സേ, നമ്മളിങ്ങനെ ബർഗർ കഴിക്കാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചായ ഓർഡർ ചെയ്യണേ. നമുക്ക് ബർഗർ ഹാഫ് ഒന്ന്. അപ്പം വീട്ടിൽ പോയിട്ട് കുറച്ച് ഹെവി ആയിട്ട് കഴിക്കാനുള്ളതുകൊണ്ട് ഇപ്പോൾ ഹാഫാ. വേറെ നിറച്ചിടാൻ വേള. ആ ചായ കേട്ടോ. മോസ്റ്റ് എന്നിട്ട് ബർഗറിന് നന്നായിട്ട് മയോണൈസും നന്നായിട്ട് സോസ് കൊണ്ടുവന്ന് നല്ല കൊച്ചിക്കപ്പാണ് മീരാ കുർബാർ. എന്നാലും ബർഗർക്ക് വേഗം കഴിക്കണേ. ഗൈസ്
ബൂക്ക് കഴിക്കണോ? അതെ മമ്മേ. ആ പഠിച്ചില്ലേ ഞാൻ? ആ അല്ലേ ഞാനങ്ങ് വരും അല്ലേ പങ്ക? ഗായ്സ് അങ്ങനെ നമ്മൾ മോസ്റ്റ് ബൂർജർ കഴിച്ചിട്ട് കണ്ടപ്പോൾ അങ്ങനെ എന്നെ കവർ ഇട്ടിട്ടുണ്ട്. ബൂജർ കഴിച്ചിട്ട് നമ്മളിത് പോവാണ് ബസ് സ്റ്റോപ്പിലേക്ക്. പക്ഷേ ഇത് പിടിക്ക്. ഓ ഗണേശ ഡയാ ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ബസ് സ്റ്റാൻഡ് എത്തിയ ശേഷം മാത്രമാണ് നമ്മളിവിടെ കാണുന്നത്. മാനന്തവാടി കൽപ്പറ്റയോ? ദൈവം ഞാൻ അടുത്ത് നമ്മുടെ ബസ്സാന്നാ. നമുക്ക് നമ്മുടെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഗൈസ്. ചിലപ്പം അനന്തപുരി വരുമായിരിക്കും. അറ്റ്ലാസ് ഗായ്സ് നമ്മുടെ ബസ്സിൽ കയറി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിനി ഓൺ ദ വേ വീട്ടിലേക്ക് പോവാണ് അല്ലേ പങ്ക? അതെ. അത് സാരി കൊടുത്ത അവസ്ഥയാണ് ഗൈസ്. വാല് താഴെ. വിളിച്ചോലില്ലേ എനിക്ക് അങ്ങനെ തോന്നുന്നു കേട്ടോ. എന്താ അവസ്ഥയാണോ? ജുവാനക്ക് എന്താ വെയിൽ കൊള്ളുന്നുണ്ടോ? ഓ അവർക്ക് ബുർജർ നിന്ന് അവിടെ പോയി. ഓ എടാ പോടാ ഗായ്സ്. ഇപ്പൊ നമ്മൾ ഓർഡർ വീട്ടിലേക്കാണ് ഗായ്സ്. അപ്പൊ നമ്മൾ വീട്ടിലെത്തിയിട്ട് കുറച്ച് നേരം ആയിട്ടോ. അപ്പൊ നമ്മളിനി കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ കേൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള ട്രഫിൾ കേക്ക്, ഐ മീൻ ട്രഫിൾ. ഓക്കെ, ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. ആൻഡ് നമുക്ക് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കാം. കുറച്ച് പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. ഗായ്സ് വാവാറ്റി അപ്പൊ നമ്മുടെ വാവാറ്റി ഓടി വന്നിട്ടുണ്ട് ഗായ്സ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോന്നെ, കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നു. ആണോ? അതെ, ഉറപ്പാണോ? അപ്പൊ നമ്മള് മോസ്റ്റ് ആയിട്ട് നമ്മള് കേക്ക് അതെ എല്ലാരും വന്നിട്ടുണ്ട് ഗായ്സ്. അപ്പൊ നമ്മള് കേക്ക് കട്ടിങ്ങിൽ കിടക്കണോ? ഓക്കെ ഗായ്സ്, ലെറ്റ്സ് ഗോ. ജുവാന ഞരമ്പ് കാലമാടാ. ജുവാന എവ്ലിൻ റോസ് നീലക്കുയിലായിട്ടാണ് ജുവാന എവ്ലിൻ റോസ്. നോക്കട്ടെ, നീലക്കുയിലേ. അമ്മ ജുവാന എവ്ലിൻ റോസ് നമ്മുടെ മോസ്റ്റ് ആയിട്ട് അമ്മച്ചി ഓടി വന്നിട്ടുണ്ട്. അമ്മച്ചി വന്ന പോലെ ഡ്രസ്സൊക്കെ മാറി ആരോടൊന്നും പറയാനൊന്നും ഒന്നുമില്ല അല്ലേ വാറ്റി? ആ നമ്മളിനി എന്താ അമ്മച്ചിയുടെ അമ്മച്ചിന്റെ നൈറ്റി. അപ്പൊ നമ്മളിനി വിളക്ക് എത്തിക്കാൻ വേണ്ടി പോവാണ് അല്ലേ വാറ്റി? ഓക്കെ, എന്നാ മോസ്റ്റ് ആയിട്ട് വിളക്ക് എത്തിക്കാം. ഓക്കെ കമോൺ. നമ്മളങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് നമ്മള് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സ്വാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സ്വാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ മോസ്റ്റ് എടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവന് വാവാറ്റി ഐശ്വര്യമായിട്ട് നമ്മുടെ അമ്മച്ചിയുടെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങാൻ വേണ്ടി പോവാണ്. വാങ്ങിക്കോ. അപ്പോൾ വാവാറ്റി നമ്മുടെ അമ്മച്ചിൻ്റെ അടുത്ത് അനുഗ്രഹം വാങ്ങുന്നു ഗായ്സ്. അപ്പോൾ നമ്മുടെ ജുവാനയുടെ അടുത്ത് നിന്ന് നമ്മുടെ വാവാറ്റി അതാ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി പോവാണ്. മൂക്കി പിടിച്ച് വലിക്കും അമ്മ. കടക്കാൻ വേണ്ടി പോ.
പോവാണ് അല്ലേ അല്ലേ അമ്മച്ചി? അതെ. അപ്പൊ എന്ത് ചെയ്യാ, കേക്ക് എടുത്തോണ്ട് വന്നിട്ടില്ലത് പറയടാ. വേഗം പോയി ട്രഫിൾ കേക്ക് മുറിക്കാം. മുറിക്കല്ലേ? വേണം. മൂക്കി പിടിച്ച് വലിക്കോ മൂക്കില് ഞാനെപ്പോഴും അടിച്ചേ ക്യാമറ ഇവിടെ ഒരു കൈ ഇവിടെ. ഓ അപ്പൊ മോസ്റ്റ് അടുത്ത് കേക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മുടെ ആദ്യ റോൺജൻ എൻസ. ഓ അപ്പൊ മിഠായി ഇതേ പൊട്ടിച്ച് പണ്ടേ തിന്നോണ്ടിരിക്കലാട്ടോ. കണ്ടോ കണ്ടോ മെലഡി മെഡലി ഫ്രീ എന്താ 5 യൂണിറ്റ് 5 മെലഡി ഫ്രീ. ഓ ആർക്കറിയാം അതന്നെ ഉണ്ടോന്ന് ആർക്കറിയാം. എപ്പോഴാ ബത്തേരി വെച്ച് തരാം. 5 പണി കിട്ടും. ആ തിരിച്ചു പോയിട്ട് നമുക്ക് ഒരു പാക്കറ്റും കൂടെ എടുക്കാം. അതൊന്നും വേണ്ടല്ല അവർ തരാന്ന് പറഞ്ഞ തരാതിരുന്നാലേ അതെന്താ? കടക്കാരെ പറഞ്ഞിട്ടല്ല കമ്പനിയിലേക്ക് ഉണ്ടല്ലോ ഞാൻ മെഡലിയില് ഞാൻ എലിയായി പോവും. അണ്ട് മുൾ തുറന്നു തിന്നും. ആ എന്റെ ദൈവമേ കേക്കിന്റെ കവർ നല്ല രസമുണ്ട് കേട്ടോ. ഒന്ന് മാറ് കൊച്ചേ ബിംബം പോലെ. അടിപൊളി അത് ഞാനും പങ്കജ കുഞ്ഞത്തി ഇല്ല. അല്ല നമ്മളില്ല. ഇതാ തുറക്ക് കേക്ക് അൺബോക്സ് കൊച്ചു ശരിയല്ല. അതെ കേക്ക് തുറക്കട്ടെ. കൊച്ചിന്റെ കൈയാണ് ശരിയല്ല. കൊച്ചിന്റെ കൈക്ക് നല്ല അടി. എന്റെ കൈ നീളണം. അയ്യോ അത് ഇങ്ങനെ ചെയ്യണം. നഖം കൊണ്ട് ഇങ്ങനെ മടങ്ങി അതിന്റെ ഉള്ളിൽ കത്തി നിലത്ത് വീണു. അതാ എറിഞ്ഞു. സമർപ്പിക്കണം അറിയില്ല. അപ്പൊ നമ്മുടെ ട്രഫിൾ എന്തായിരുന്നു? അയ്യോ അമ്പടാ അതെ തിളങ്ങുന്നു. ട്രഫിൾ ഇതേ തിളങ്ങുന്നു. അടിയാ അടിയാ. അപ്പൊ അടിയാ അടിയാന്നാണോ? അടിപൊളി. അടിയുടെ ബ്ലേക്ക് കേക്ക് പാകത്തിനില്ല ചേ. എവിടെ തട്ടോ മുട്ടോ തട്ടിട്ടുള്ളൂ. നമുക്കിത് മാറ്റി വെക്കണേ. നമുക്ക് എന്ത് ചെയ്യാം ഗായ്സ്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. ഞാൻ കവറൊക്കെ എടുത്തും കളഞ്ഞേക്ക് ഗൈസ്. ഇത് ഇപ്പളേ മുറിക്കാൻ വേണ്ടി പോണോ? അല്ല, ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് എടുക്കാം അല്ലേ ബാബാജി? അതെ. ഗായ്സ് അങ്ങനെ നമ്മുടെ കേക്ക് ഇതേ തുറന്നിട്ട് നമ്മളിത് പുറത്ത് വെക്കാൻ വേണ്ടി പോകുവാണ്. നല്ല നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ നമ്മൾ എങ്ങനെ കട്ട് ചെയ്യും? കവറിന്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുക? നിങ്ങൾ എന്താണ് ഗായ്സ് ഉദ്ദേശിക്കുന്നത്? വേണ്ട വേണ്ട, ഇവിടെ ബർത്ത്ഡേകളുണ്ട് കേട്ടോ. സഹായം അവർ ചോദിച്ചോ? ഇല്ലല്ലോ. ഓ കേക്കിന്റെ ഒരു ക്ലോസ് എടുക്കട്ടെ. ഒന്ന് ക്ലോസ് അയ്യോ അടിയൊറ്റ തിളങ്ങുന്ന കേക്കാണോ? കണ്ണാടി കവള് പോലെ തിളങ്ങുന്ന കേക്കാണോ ഒറ്റയ്ക്കൊന്നും കിട്ടിയത്? യുവാന എന്താണ് അവിടെ ഇരുട്ടത്ത് പോയി മാറി നിൽക്കുന്നേ? യുവാന ഇങ്ങോട്ട് വരാം. വരൂ അല്ലേ? യാ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇവിടുന്ന് എടുക്കാം. യാ ഒറ്റയ്ക്ക് ഇപ്പൊ കേക്ക് മാറ്റി വെക്കണം അല്ലേ? ജുവാന എന്താ ഇങ്ങനെ വെക്കാണ്? അയ്യോ അവസ്ഥയാണോ? അയ്യോ ഗണപതി കുട്ടൻ നമ്മുടെ കുഞ്ഞു ഗണപതിയാണ് കേട്ടോ. അതെ അതെ അതെ, ക്യൂട്ടായിട്ടുള്ള ഗണപതിയാണ്. നമുക്ക് ഇങ്ങനെ വെച്ച് കട്ട് ചെയ്താ കട്ട് ചെയ്യണോ? അയ്യേ ഇത് ഈ സംഭവം വേണ്ട. രസല്ലേ? ഇങ്ങനെ ചെയ്യാം, അവരുടെ ഇഷ്ടം പോലെ. ഓക്കെ എന്നാ പിന്നെ എവിടെ ചാടുവൊന്നുമില്ല അല്ലേ? ഓക്കെ അപ്പൊ നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. ഗായ്സ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? മോസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാ, കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോകണം. എന്ത് ചെയ്യാൻ അമ്മച്ചീനെ കാണുന്നില്ല. ഓ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പൊ നമ്മുടെ കേക്ക് ഇത് ചിരിച്ചോണ്ട് ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ തുടങ്ങല്ലേ? റെഡി 1 2 3 ഗോ. ഹാപ്പി ബർത്ത്ഡേ വാവാറ്റ, ഹാപ്പി ബർത്ത്ഡേ വാവാറ്റ, ഹാപ്പി ബർത്ത്ഡേ വാവാറ്റ മണ്ടൻ, ഹാപ്പി ബർത്ത്ഡേ സോറി ഹാപ്പി ബർത്ത്ഡേ എലിക്കുഞ്ഞ് ബർത്ത്ഡേ പോവുകയാണ്. അവസ്ഥ കേക്ക് അടക്കം വരുന്നത് ചിരണ്ടിയാണ് കഴിച്ചെടുത്തേക്കുന്നത്. കാരണം അത്രയും വലിയ സ്വഭാവമാണ് എന്റെ ദൈവമേ. മോസ്റ്റ് കേക്കാന്ന് നമ്മളോട് ചേച്ചി 100 പ്രാവശ്യം പറഞ്ഞാണ്. അതാ മമ്മ കൊടുത്തു, അവനെ സന്തോഷിച്ചിരിക്കുന്നു. എന്റെ ദൈവമേ കേക്ക് എങ്ങനെ ഉണ്ട്? കൊള്ളാമോ? അമ്മച്ചീനെ പറഞ്ഞിരുന്നു. പറഞ്ഞോ? അതെ കൊള്ളാമോ? പങ്കി എന്തിയേ?
അതെ എല്ലാവർക്കും കൂടി അമ്മച്ചി ഒരുമിച്ച് അങ്ങ് തന്നേക്കാൻ ഓർക്കും. അല്ലേ വാവാറ്റയ്ക്ക് കൊടുക്കടാ. നിങ്ങളിങ്ങനെ ശശി എടാ വേണ്ട, നീ അങ്ങ് ഇട്ടാ മതി. അപ്പൊ അത്രേ ഉള്ളൂ. വാവാറ്റിക്ക് ലാസ്റ്റ് കൊടുത്തത് ഏലി ഇപ്പൊ തിന്നല്ലേ, അത് തിന്നാ മതി. ഇപ്പൊ കൊടുക്കണ്ട, നീ തിന്നോടാ. അത് എടുക്കടാ. കൊടുക്കണോർത്തപ്പോ പിന്നെ അതാ പാവട എലീനെ കൊതിപ്പിക്കലടാ, വായിലിട്ട് വിടറാ. മോസ്റ്റ് തന്നെ മോസ്റ്റ്. നമ്മുടെ മോസ്റ്റ് മമ്മതാ വാവാറ്റിക്ക് കേക്ക് കൊടുക്കാണ് ഗായ്സ്. അമ്മയ്ക്ക് കൊടുത്തില്ല. വാവാറ്റ മമ്മയ്ക്കും കൊടുക്കാണ്. നമ്മുടെ മോസ്റ്റ് അമ്മച്ചി കൊടുക്കാണ് നമ്മുടെ വാവാറ്റിക്ക് കേക്ക്. പാവാറ്റയും കൊടുത്തോ. ഇപ്പൊ രണ്ടാമത്തെ ട്രിപ്പാണ് എല്ലാവരും. അപ്പൊ ഞാനാണ് ശരിക്കും ശശി. അപ്പൊ നമ്മുടെ മോസ്റ്റ് പങ്കനാണ് കൊടുക്കാൻ പോകുന്നത്. അമ്മമ്മമ്മമ്മ തിരിച്ചു കൊടുക്കണം. എങ്ങനെ ടോമാണോ? അപ്പൊ അങ്ങനെ വേണ്ടെന്ന്. അതാ അങ്ങനെ മോസ്റ്റാണ് വേണ്ടത് ഞാൻ ഉദ്ദേശിച്ചത്. കൈയൊക്കെ കടിച്ചെന്റെ. ഇപ്പൊ എന്റെ ചക്രവാട്ടിക്ക് ഞാനാണ് നെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. എനിക്ക് കൈ തിന്നേണ്ട കാര്യമുണ്ടാ. എലിയേ കടിക്കല്. എന്താണെരുമേ മാന ഇവിടെ ഉണ്ട്. കായസിന് സംശയം ഉണ്ടാവില്ലേ എന്തുകൊണ്ടാണ് എലിയെന്ന് വിളിക്കുന്നതെന്ന്? ബിഗ് മോസ്റ്റ് ആണ്. ബിഗ് മോസ്റ്റ് കഥയാണ്. അപ്പൊ നമ്മള് മോസ്റ്റ് ആയിട്ട് കേക്ക് കട്ടിയതില്ലേ? ചെയ്തൂടാ. ചെയ്തു. അപ്പൊ എന്തായാലും ഒരു കഷ്ണം കേക്ക് കഴിച്ചപ്പോഴേക്കും വയറ് കുമ്പാമാൻ നിറഞ്ഞു. പായസം കഴിക്കണം, ബിരിയാണി കഴിക്കണം എന്നൊക്കെ പറയുന്നത്. പൊട്ടും എന്റെ. അയ്യോ ദേ കുമ്പ എത്ര മാസാ? 10. അയ്യോ പക്ഷെ സ്ലിമ്മ. അതാണ് വയററിയുന്നില്ല. അതായത് ദിവ്യഗർഭം. ഗൈസ് അതൊക്കെ പോട്ടെ. അപ്പൊ നമ്മൾ ഈ മോസ്റ്റ് ആയിട്ട് ബിരിയാണിയും പായസം ഒക്കെ നമുക്ക് കഴിക്കണം കേട്ടോ. അപ്പൊ അതൊന്നും മേക്ക് ചെയ്തിട്ടില്ല. അതിന് മേക്ക് ചെയ്യാൻ വേണ്ടി പോണം ഗൈസ്. അപ്പൊ അത് ജുവാന നോക്കി എന്നെ കിട്ട് പണി തരുവാണെന്ന് ഓർത്ത് നിപ്പുണ്ട് കേട്ടോ. പക്ഷെ നമ്മള് പണി കൊടുക്കും ഇല്ല പറ്റി. അതല്ലേ നമ്മള്, അതാണ് നമ്മള്. അപ്പൊ ഗായ്സ് നമ്മുടെ ബർത്ത്ഡേ വ്ലോഗ് ഇത്രയാ ഉള്ളൂ ഗായ്സ്. അപ്പൊ നമുക്ക് അടുത്തൊരു സൂപ്പർ കൂൾ വീഡിയോയിലൂടെ വീണ്ടും കണ്ടുവിട്ടാം. ബൈ ബൈ. Did